സെൽഫ് ലവിങ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ നന്നായി പ്രൊമോട്ട് ചെയ്തു. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു പിതാവ് മക്കളെ പരിപാലിക്കുന്നു, ഭാര്യയെ പരിപാലിക്കുന്നു, വീടുണ്ടാക്കുന്നു, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്ന സമയത്തും ഒരു പിതാവിന്റെ മെന്റാലിറ്റി എന്താ? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഒരു താങ്ക്സിന് വേണ്ടിയല്ല ചെയ്യുന്നത്, എന്റെ സുഖത്തിന്. സൈക്കോളജിയുടെ ലാംഗ്വേജ്, ഇസ്ലാമിന്റെ ലാംഗ്വേജ് ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി. എന്താണ് അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു പ്രതിഫലം തരാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ ഈ സഹോദരി ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ഗതികേടുണ്ടാവോ? കാരണം അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത്, അവർ വസ്ത്രം വൃത്തിയാക്കുന്നത്, അവർ വീട് അലങ്കരിക്കുന്നത്, വീട് ഭരിക്കുന്നത്, മക്കളെ പരിപാലിക്കുന്നത്, ഇതെല്ലാം ഒരു കലയാണ്, ഒരു ആർട്ടാണ്, ഒരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷന്റെ മഹത്വം മനസ്സിലാക്കി അത് നിർവഹിക്കുകയാണെങ്കിൽ അതൊരു വലിയ സുഖമുള്ള പരിപാടിയാണ്. അത് പിതാവ് ചെയ്യുമ്പോഴും മാതാവ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഷയാണ്, ഇസ്ലാമിക് കോൺസെപ്റ്റാണ് ലില്ലാഹി, എനിക്ക് വേണ്ടി. സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ് സെൽഫ് ലവിങ് ഫോർ മീ, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. എന്തൊരു സുഖമുണ്ട്! ഇതില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്തുമാത്രം ശൂന്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഇവിടെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന സമയം ആദ്യം നമ്മൾ വിവാഹ ജീവിതത്തെ അംഗീകരിക്കണം. നിങ്ങൾക്ക് വീട്ടുജോലി, ഗൃഹഭരണം അതൊരാസ്വാദനമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെ പണി വെറുതെയാ. ഞാൻ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂൾ പ്രോഗ്രാമിൽ ഇതുപോലെ വലിയൊരു സദസ്സിൽ വെച്ച് പാരന്റിങ് അവതരിപ്പിച്ചതിന് ശേഷം ആർക്കും ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് മൈക്ക് സദസ്സ് കൊടുത്തപ്പോ സഹോദരിമാരുടെ കൂട്ടത്തിൽ നിന്ന് പാരന്റ് ചോദ്യം ചോദിച്ചു. അതിലൊരു പാരന്റ് പറഞ്ഞു, ഞാനൊരു MSc സൈക്കോളജി ഹോൾഡറാണ്, എനിക്ക് പറയാനുള്ളത് ജീവിതം വളരെ കഷ്ടത്തിലാണ്. ഈ പറയപ്പെട്ട എല്ലാം ഫോളോ ചെയ്തിട്ടും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്ത് ചെയ്താലും അവസാനം വീട്ടിൽ ഭർത്താവ് വന്നാലും ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഇവിടെ എന്ത് പണിയാ? ഇതിന്റെ അർത്ഥം എവിടെയാ പിഴക്കുന്നത് എന്നറിയോ? നിങ്ങൾ പരസ്പരം ലാംഗ്വേജസ്, ഭാഷ അറിഞ്ഞ് സംസാരിക്കണം. ഞാൻ ചൈനീസ് ഭാഷക്കാരനോട് ജപ്പാനീസ് ഭാഷയിൽ സംസാരിച്ചാൽ പരസ്പരം മനസ്സിലാകൂല. ഇതുപോലെയാണ് ലോകത്തറിയപ്പെട്ട വലിയൊരു പുസ്തകമുണ്ട്, Men are from Venus, women are from Mars. പുരുഷൻ ബുധനിൽ നിന്നുള്ളത്, ഒരു ഗോളത്തിൽ നിന്നുള്ളതാണെങ്കിൽ സ്ത്രീ മറ്റൊരു ഗോളത്തിൽ നിന്നുള്ള ജീവിയാണെന്ന് പറയുന്ന വലിയൊരു പുസ്തകം. ആ പുസ്തകം സമർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത ഭാഷയുണ്ട്. ഈ ഭാഷ മനസ്സിലാക്കി പരസ്പരം പെരുമാറാനും സമീപിക്കാനും അറിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയുണ്ട്. എന്താ? വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറയും, പുഞ്ചിരിക്കും. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ധാരാളം കിതാബുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിസിക്കൽ ടച്ച് നടത്താറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ മഹത്വം മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് പ്രശംസിക്കാറുണ്ട്. ഇതെല്ലാം കൂടി പറയുന്ന വലിയൊരു പുസ്തകം നിങ്ങൾക്ക് കാണാം, ദ 5 ലവ് ലാംഗ്വേജ്, 5 സ്നേഹഭാഷകൾ. ഈ 5 സ്നേഹഭാഷകൾ ഒരു ഫാമിലിയിൽ ഉപയോഗിക്കപ്പെട്ടാൽ അവിടെ ഭിന്നതകൾ കാണില്ല, അവിടെ പ്രശ്നങ്ങൾ കാണില്ല. അതിലൊന്നാണ് വേർഡ് ഓഫ് അഫർമേഷൻ എന്നാണ് ഗാരി ചാപ്മാൻ ഈ ദ 5 ലവ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. എന്താ വേർഡ് ഓഫ് അഫർമേഷൻ? ഒരു സ്ത്രീ രാവിലെ ചായ ഉണ്ടാക്കിയാൽ ആ ചായ കുടിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞാൽ, നീ ചായ ഉണ്ടാക്കിയത് ഉഷാറായിട്ടുണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ അതൊരു സ്നേഹഭാഷയാണ്.
വേർഡ് ഓഫ് അഫർമേഷൻ. വ്യക്തതയോടെ ഒരാളെ അഭിനന്ദിക്കുന്നതിനാണ് വേർഡ് ഓഫ് അഫർമേഷൻ എന്ന് പറയാം. ഇത് പരസ്പരം ചെയ്യേണ്ടതാണ്. അത് വളഞ്ഞ് മൂക്ക് പിടിക്കരുത്. ചിലപ്പോൾ സഹോദരിമാർക്കൊക്കെ ഒരു ശൈലിയുണ്ട്, പറയാനുള്ളത് വളച്ച പറയാം. ഇപ്പൊ ഒരു മാക്സി വേണോ എന്ന് ഭർത്താവിനോട് പറയാം. എങ്ങനെ പറയാന്നറിയാം? അനിയൻ്റെ ഓളിപ്പോ കഴിഞ്ഞ മാസമാണ് അതിന്റെ നമ്മൾ മാക്സി എടുത്തതിന് ശേഷം 5 മാക്സി എടുത്ത് ഇത് പറഞ്ഞിട്ടാ തുടങ്ങി. ഇത് പറയേണ്ട കാര്യം എന്താ? നേരെ എനിക്കൊരു മാക്സി വേണമെന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്. പുരുഷൻ അതാ ഇഷ്ടം. പക്ഷേ അവർ വളഞ്ഞ പറയാം. മറ്റൊരു 5 മാക്സി വാങ്ങിയിട്ട് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. ആരാ വാങ്ങണ്ടെന്ന് പറഞ്ഞ് ഇയാൾ അപ്പം ചോദിക്കും ആരാ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അങ്ങനെയാണ്, പിന്നെ അത് മതി തമ്മത്തല്ല. ഇതിന് പകരം പരസ്പരം അംഗീകരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നത് പരസ്പരമുള്ള പ്രശ്നങ്ങൾ തീരാൻ എളുപ്പമാണ്. 5 ലവ് ലാംഗ്വേജിലെ 5 സ്നേഹഭാഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മുഖത്ത് നോക്കി ഒരാളെ പ്രശംസിക്കുക. അതിൽപ്പെട്ടതാണ് ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ നീ ഉണ്ടാക്കിയ ഭക്ഷണം ഉഷാറായിട്ടുണ്ട്, നീ ഗൃഹഭരണം നടത്തിയത് നന്നായിട്ടുണ്ട്, മക്കളോട് അങ്ങനെ പറഞ്ഞത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്തത് ഉഷാറായിട്ടുണ്ട്, നീ ധരിച്ച ഡ്രസ് ഉഷാറായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ നേരെ ചൊവ്വേ പറയുക. നല്ല ഫലമുണ്ടാകുന്ന കേസാണ്. പരിശോധിച്ചു നോക്കിയാൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാകും. രണ്ടാമത്തതാണ് എന്തെന്നറിയാം? ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്താണ്? ഭാര്യയും ഭർത്താവും പരസ്പരം ഹസ്തദാനം ചെയ്യുന്നത്, ഹഗ് ചെയ്യുന്നത്, കിസ് ചെയ്യുന്നത് തുടങ്ങിയ ശാരീരികമായുള്ള ടച്ചിങ്, അത് സന്ദർഭം മനസ്സിലാക്കി അവസരോചിതമായി ചെയ്യുന്നത് സ്നേഹഭാഷയാണ്. 3 ആക്ട് ഓഫ് സർവീസ്. ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ സേവന സന്നദ്ധത. അപ്പൊ ഭർത്താവ് ആകെ കച്ചവടമെല്ലാം കഴിഞ്ഞ് ഒരു ഞായറാഴ്ചയാണ് ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാകുക. അന്ന് ഇയാൾ വിചാരിച്ചു ഭാര്യയെ ഒന്ന് സഹായിക്കാം. അങ്ങനെ ഉപ്പേരിക്ക് വേണ്ടി വെണ്ട മുറിച്ചിട്ട് കൊടുത്തു. കാരണം ഇയാൾ കേട്ടിട്ടുണ്ട് ആക്ട് ഓഫ് സർവീസ് നല്ല സ്നേഹഭാഷയാണ്. അപ്പൊ ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ അതിമേലാ കുടുങ്ങിയത്. എന്താ? ഇയാൾ വെണ്ട മുറിച്ചു കൊടുത്തിട്ട് അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നെ മേലാൽ നിങ്ങൾ കത്തി തൊടരുത്, കാരണം ഈ വെണ്ട നീ ഉപ്പേരി വെക്കാനൊന്നും കൊള്ളൂല, അമ്മാതിരി മുറിക്കലാ മുറിച്ചത്. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ സേവനം ചെയ്യുക എന്നതിലുപരിയാണ് സേവനം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക. എന്റെ വല്ല സഹായവും വേണം. ഭാര്യ പറഞ്ഞു നിങ്ങളൊന്ന് ഇവിടെ ഇരുന്നാൽ മതി, എന്നാൽ തന്നെ റാഹത്താണ്. സേവന സന്നദ്ധത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണ്. ഭർത്താവ് രാവിലെ ഇറങ്ങാണ്, ഡ്രസ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭർത്താവ് ചോദിക്കുന്നു എന്റെ ബനിയൻ എവിടെ? അവിടെ ഉണ്ടാവുന്നു, നോക്കിക്കൂടെ, കണ്ണിലെ മുഖത്ത് എന്ന് പറയുന്നതിന് പകരം ഒന്നത് എടുത്തു കൊടുത്താൽ ധന്യമാണ് ആ ജീവിതം. ധന്യമാണ് ആ ജീവിതം. ആക്ട് ഓഫ് സർവീസ് സ്നേഹഭാഷയാണ്. 4ാമത്തതാണ് ക്വാളിറ്റി ടൈം. എന്താണ് ക്വാളിറ്റി ടൈം? കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. എന്താണ് കേസ് എന്നറിയാം? ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ പഠനം മോശമായപ്പോൾ ഒരു സാർ എന്നോട് ചോദിച്ചു ഇതിനെന്താ ചെയ്യേണ്ടത്. ഞാൻ ആ കേസ് സ്റ്റഡീസ് ഫയൽ ചോദിച്ചു. ഫയൽ തന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലിയെ ഉടനെ അറ്റൻഡ് ചെയ്യണം. ഫാമിലിയെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇയാൾ എന്നെ വിളിക്കുന്നത്. ഇവർ രണ്ടാളും ഇങ്ങനെയുള്ളത്, എന്താ പ്രശ്നം? രണ്ടാളും എൻ്റെ അടുത്ത് വന്നു. ഇയാൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, സതെ ക്ഷമയുടെ എല്ലാ അതിരും കഴിഞ്ഞിട്ടുണ്ട്. കാരണം 5ാമത്തെ തവണയാണ് വൈഫിനെ ഞാൻ അന്യപുരുഷന്മാരുമായുള്ള പലതരത്തിലുള്ള സമ്പർക്കത്തിൽ പിടിക്കുന്നത്. മാതാപിതാക്കൾ നല്ലവരാ, അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വല്ല പരിഹാരം ഉണ്ടാക്കണം, വേറെ ആരോടും പറയൊന്നും വേണ്ട, ആരുടെ ഇടയിലും മോശമാക്കൊന്നും വേണ്ട. ഈ ഭാര്യയോട് ചോദിച്ചു ഈ ഭർത്താവ് പറയുന്നത് ശരിയാണോ? 100% ശരിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റാണോ? അതേ തെറ്റാണ്. പിന്നെ എന്തേ ഇങ്ങനെ ചെയ്തത്? ഈ സഹോദരിയുടെ മറുപടി, അയാൾ എല്ലാറ്റിലും ഉഷാറാ, ഒരു അസഭ്യം എന്നെ പറഞ്ഞിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, വേറെ ആരോടും ആക്ഷേപമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ പരാതി, എന്റെ കൂടെ ഒന്ന് നിൽക്കാൻ മൂപ്പർക്ക് യാതൊരു താല്പര്യവും ഇല്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു എന്തേ അയാൾ പറഞ്ഞത് ശരിയാണോ? അപ്പൊ എന്നോട് പറഞ്ഞു എങ്ങനെയാ കൂടെ നിൽക്കല്? ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽക്കൊക്കെയാണ് പറയാം, പിന്നെ അത് പറഞ്ഞിട്ടാ തമ്മത്തല്ല. അതിലും നല്ലത് കുട്ടികളെ കൂടെ കളിച്ചാൽ അതാ നല്ലത് എന്ന് കരുതി ഞാൻ കുട്ടികളെ കൂടെ കളിക്കാൻ നിൽക്കാം. അപ്പൊ ഇവിടെയാ പ്രശ്നം.
തമ്മിൽ ഒന്നിച്ചിരിക്കുക. പക്ഷേ ഈ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ മൈക്കെടുക്കുമ്പോൾ മറ്റൊരാൾ മൈക്കെടുക്കരുത് എന്ന മാനേഴ്സ് പാലിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആൻസർ തീരെ പറയരുത്. പ്രത്യേകിച്ച് സഹോദരിമാർ പറയുമ്പോൾ പറച്ചിലിനൊരു ലക്ഷ്യം ഉണ്ടാവും. എന്താ ലക്ഷ്യം എന്നറിയോ? കുറെ പറയണമെന്ന് മാത്രം. ഒരാളൊരു ദിവസം എന്നോട് ചോദിച്ചിരുന്നു, ഭാര്യ വല്ലാതെ കലഹിക്കുന്നു, ഒരു കാരണവുമില്ല. ഞാൻ പറഞ്ഞു, കാരണം വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണം മതി. ആ ഒരു കാരണം മതി തർക്കിക്കാൻ. അതുകൊണ്ട് അത് മനസ്സിലാക്കി തൽക്കാലം അതിനെ അംഗീകരിച്ചാൽ പ്രശ്നമില്ലാതെ സലാമത്താകാം. കലഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒന്നിന് ജവാബ് പറയുന്നതിന് പകരം തൽക്കാലം ഒരാൾ പറയുന്നതിനെ ശ്രദ്ധയോടൊന്ന് കേട്ടുകൊടുത്താൽ മതി. പ്രത്യേകിച്ച് സഹോദരിമാരുടെ അസുഖങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം. ഇപ്പൊ ചില ദിവസം പറയും, ഇന്ന് എത്രയോ അടിച്ചു വാരിയെന്നറിയും, മനുഷ്യന്റെ ഊരം മുറിഞ്ഞു, ഒരാളെ ഹെൽപ്പും ഇല്ല. ആ സമയത്ത് നിങ്ങളതിന് മറുപടി പറഞ്ഞാൽ അപ്പം തുടങ്ങും അവിടെ കലഹം. പകരം എന്ത് പറഞ്ഞാൽ മതി എന്നറിയും, വല്ലാത്തൊരു മോളെന്നെ, നിന്നെ കൊണ്ടല്ലാതെ ഇതിനെനിക്ക് പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. എല്ലാ പ്രശ്നവും അവിടെ തീരും. ഞാൻ ഇനി എന്ത് ചെയ്തു തരേണ്ടത്, നിനക്ക് എന്ത് പറഞ്ഞാലും ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അതോടെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ അറിയപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും കാണിക്കേണ്ടി വരും, എന്നാലിട്ട് മാറുകയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സമീപന രീതിയാണ് ക്വാളിറ്റി ടൈം. കൂടെ ഇരുന്നു കൊടുക്കുക, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പലപ്പോഴും ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് തീരെ മനസ്സിലാകൂല. ഞാൻ അതിന് ഉപയോഗിക്കാറുള്ള ഒരു അടവുണ്ട്. ഹദ്ദാദ് റാത്തീബ് ഓതാൻ പറയും. ഹദ്ദാദ് റാത്തീബ് ഓതുന്ന സമയത്ത് ആദ്യത്തിൽ കുറച്ച് മധുര പലഹാരങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും. ഈ മധുര പലഹാരങ്ങൾ സെറ്റ് ചെയ്താൽ അത് വിതരണം ചെയ്ത് സംസാരിക്കുന്ന ഒരു 10 മിനിറ്റിൽ ചുരുങ്ങാതെ അവിടെ ഇരിക്കാൻ പറയാം. എന്നാൽ ക്വാളിറ്റി ടൈം ഏകദേശം ഒത്തുപോകും. ഏകദേശ പ്രശ്നങ്ങളും അവിടെ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ജീവിക്കുന്ന സമയത്ത് എപ്പോഴും അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കണം. ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും കൂട്ടുകുടുംബത്തോടും ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു ജീവിത വ്യവസ്ഥിതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങൾ വീട്ടുകാരെടുത്ത് മനുഷ്യനായിട്ട് ജീവിക്കേണ്ടി വരും. അതിനാവശ്യമായ പെരുമാറ്റം, അതിനാവശ്യമായ സമീപന രീതികൾ പ്രാക്ടീസ് ചെയ്താൽ അതാണ് ഇസ്ലാം. നിങ്ങളുടെ നിസ്കാരത്തിനും ഖുർആനോത്തിനും സ്വതക്കക്കും അതുപോലെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും മഹത്വമുണ്ടാകുന്നതും തുലാസിൽ മീസാനിൽ തൂക്കം കൂടുന്നതും അപ്പോഴാ. അല്ലാതെ പള്ളിയിൽ 5 നേരം ജമാഅത്തിനുണ്ടാകും, വീട്ടിലെ ഭാര്യയ്ക്ക് പുറത്തുകൂടാത്തൊരു മനുഷ്യനായി മാറരുത്. വീട്ടിലെ എല്ലാ ദിവസവും നിങ്ങൾ ഖുർആന് ധാരാളം ഓതുന്ന ഉമ്മയാണ്, പക്ഷേ വീട്ടിലുള്ള സ്വന്തം ഭർത്താവിനും സ്വന്തം മക്കൾക്കും ആശാ കേന്ദ്രമായി ജീവിക്കാൻ പഠിച്ചാൽ അതാണ് മീസാനിൽ തൂക്കം കൂടുന്ന അമൽ. മീസാനിൽ തൂക്കം കിട്ടുന്ന അമൽ അതാണ്. ഈ ബോധ്യത്തോടെ ജീവിക്കുന്ന സമയത്തുള്ള ഒറ്റ മസല് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ദിവസം വലിയ സമ്പന്നനായ, ഒരു തവണ ബിസിനസിന്റെ വരുമാനം, അതിന്റെ ഈ ബെനിഫിറ്റ്, അതിന്റെ ഇൻകം വന്നത്, അതിന്റെ പ്രോഫിറ്റ് കൊണ്ടുവന്നത് മഗ്രിബിന് ശേഷമാണ്. രാത്രിയായ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് തന്റെ പ്രിയ പത്നി ചോദിക്കുന്നു, എന്തു പറ്റി, നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് എന്താ? എന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടാണോ? ആ സമയത്ത് സുദീഖ് റളിയല്ലാഹുവിന്റെ മകളായ ഉമ്മു കുൽത്തൂം മഹദിയാണ് ഈ സംഗതി ചോദിക്കുന്നത്. ആ സമയത്ത് ഭർത്താവിന്റെ ചോദ്യം, അല്ല മോളെ, നിന്നെ കുറിച്ച് ഇന്ന് വരെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും നല്ല സ്വഭാവം മാത്രം കാഴ്ചവെച്ച ഒരു മോൾ, നല്ല സ്വഭാവം മാത്രം കാഴ്ചവെച്ച ഒരു ബാപ്പയുടെ മോൾ, ഇന്ന് വരെ നിന്നെ ഓർത്തൊരു പരാതിയോ ഒരു പരിഭവമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു പെരുമാറ്റം കൊണ്ടോ നിന്നെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ, ഇന്ന് വരുമാനം, നമ്മുടെ ബിസിനസിന്റെ ബെനിഫിറ്റ്, അത് പ്രോഫിറ്റ് വന്ന ദിവസമാണ്. ഇതെന്റെ വീട്ടിൽ ഞാൻ വെച്ചുറങ്ങുന്ന സമയം,
നാളെയായാൽ എത്ര മനുഷ്യന്മാരുണ്ടാകും. ആ മനുഷ്യന്മാരുടെ മുമ്പിൽ, പടച്ചോന്റെ മുമ്പിൽ ഞാനൊരു മസ്ഊലായി പോകുമോ? വിഷമിച്ചിരിക്കുന്ന മനുഷ്യന്മാരുള്ളപ്പോ സമ്പത്ത് വെച്ചുറങ്ങിയൊരു മനുഷ്യനായി പോകുമോ എന്ന് ചോദിക്കുന്നു. ആ ഒരു പേടി കൊണ്ടാണ് ഉറക്കം വരാത്തതെന്ന് പറഞ്ഞപ്പോ ഭാര്യയുടെ സമാധാനിപ്പിക്കൽ, എന്തിനാ ഭയപ്പെടുന്നത്? നേരം വെളുത്തിട്ട് കൊടുത്തോ? മുഴുവനും നമുക്ക് കൊടുത്തു കളയാം. നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. സ്വഹാബത്തിന്റെ ജീവിതം ഇങ്ങനെ ധാരാളം കാണാം. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച 1000 ദീനാർ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദിവസങ്ങളോളം ഭക്ഷണം പാചകം ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാതെ കണ്ടപ്പോ, ഭക്ഷണപാനീയങ്ങളില്ലാന്ന് കണ്ടപ്പോ 1000 ദീനാർ കൊടുത്തയച്ചു. സഈദ് റളിയല്ലാഹു അൻഹു 1000 ദീനാർ എനിക്കുള്ളതാണെന്ന് വായിച്ചു കേട്ടപ്പോ പെട്ടെന്ന് കരഞ്ഞു, അട്ടഹസിച്ചുപോയി. ആ സമയത്ത് ഭാര്യ ഓടി വന്ന് ചോദിക്കുന്നു, എന്തുപറ്റി? ആ സമയത്ത് മറുപടി പറയുന്നു, മുസീബ, വലിയൊരു മുസീബത്തുണ്ടായി. മഹദിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലതും പറ്റിയതാണോ? അതൊന്നുമല്ല മോളെ, അതിലും വലുതാ. മുസ്ലിം സൈന്യം അന്നൊരു ഇതിൽ അപകടത്തിൽപ്പെട്ടതാണോ എന്ന ആശങ്കയാണ് അടുത്തതുന്നയിച്ചത്. അതിലും വലുതാ. പിന്നെ ചോദിച്ചു, എന്താ? ഈ 1000 ദീനാർ, ഈ 1000 ദീനാറിന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോ ഇവിടെ എത്ര മനുഷ്യരാ കഷ്ടപ്പെടുന്നത്? ആ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാകുമ്പോ ഇത് വെച്ച് നമ്മൾ ആസ്വദിച്ചാൽ എങ്ങനെ? ദിവസങ്ങളോളം ഭക്ഷണം പാചകം ചെയ്യാനില്ലാതെ കഷ്ടപ്പെട്ട ഭാര്യയുടെ സപ്പോർട്ട് എങ്ങനെയാണെന്നറിയോ? ഭർത്താവേ, നിങ്ങൾ ഉടനെ അത് കൊടുത്തു വീട്ടിക്കോളൂ. അതിനാവശ്യമായ കിഴികൾ, സഞ്ചികൾ എടുത്തു കൊടുക്കുന്നു, ഇതിലിട്ടിട്ട് കൊടുത്തയച്ചോളൂ. ഇങ്ങനെ പരസ്പരം കൂടി ജീവിക്കുന്ന, ഏത് ത്യാഗങ്ങളെയും ആസ്വാദനത്തോടെ ഏറ്റെടുക്കുന്ന ധന്യമായ ജീവിതം, അതിനെന്തൊരു ഭംഗിയാണ്, അതിനെന്തൊരു ബ്യൂട്ടിയാണ്, അതിനെന്തൊരു സൗരഭ്യമാണ്. ഈ സൗരഭ്യമുള്ള ജീവിതമാണ് ഇന്ന് ലോകോത്തര നിലവാരമുള്ള സെലിബ്രിറ്റികളൊക്കെ മനസ്സിന് സുഖത്തിനു വേണ്ടി അവരുടെ ലൈഫ് കോച്ചിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഫാഷന്റെ പേരിൽ നാം ഒരിക്കലും ഈ സമുന്നതമായ കളർഫുൾ ആയിട്ടുള്ള ലൈഫ് വലിച്ചെറിയരുത്. ഇസ്ലാം പഠിക്കണം, ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിക്കണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് ജാതി രേഖപ്പെടുത്താൻ മാത്രമുള്ളതല്ലല്ലോ, ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. ലൈഫ് സൊല്യൂഷനാണ് ഇസ്ലാം. അത് മനസ്സിലാക്കി ജീവിക്കണം എന്നെൻ്റെ സഹോദരിമാരോട് വളരെ വിനയത്തോടെ ഞാൻ ഈ സമയത്ത് വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ നന്നായി പഠിക്കണം. അന്ധമായി എന്തിനെയെങ്കിലും വിശ്വസിക്കുന്നവരോ വഴങ്ങുന്നവരോ ആകരുത്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തണം. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിനെ പഠിപ്പിച്ചു തരുന്ന, വരച്ച് കാണിച്ചു തരുന്ന ഒരു ആദർശമാണ്. ആ ആദർശത്തിന്റെ വക്താക്കളായിട്ട് കൈ നിറയെ നല്ല വെള്ളത്തിന്റെ പാത്രം, ആ നല്ല പാത്രം കയ്യിൽ പിടിച്ച് ദാഹിച്ച് മരിക്കുന്നവരെ പോലെ നമ്മൾ ആകരുത്. പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് പോലും അതാസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാതെ ഹറാമുകളിലൂടെ ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. ഇസ്ലാം പഠിപ്പിച്ച വേഷം അത് സമുന്നതമാണ്. ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരം അത് സമുന്നതമാണ്. ഇസ്ലാം പഠിപ്പിച്ച ലൈഫ് സ്റ്റൈൽ വളരെ സമുന്നതമാണ്. സാമ്പത്തിക കാഴ്ചപ്പാടുകൾ വളരെ സമുന്നതമാണ്. ഇത്ര ഉന്നതമായ ഈ ആദർശം അത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, തുടർച്ചയായി 5 ദിവസത്തോളം വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രൗഢോജ്വലമായി ഇവിടെ പരിപാടികൾ നടക്കുന്നു എന്നറിഞ്ഞു. ബഹുമാനപ്പെട്ട നിസാർ റഹ്മാനി ഉസ്താദ് ഈ പരിപാടിയെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുകയും ഈ പരിപാടിയെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നി. ഈ സദസ്സ് കാണുമ്പോഴും ഈ നാട്ടുകാരുടെയും ഈ പ്രദേശക്കാരുടെയും ഒക്കെ സജീവതയും ഈ നല്ല മനസ്സും ഈ ക്രിയാത്മകതയും ബോധ്യപ്പെടുന്നുണ്ട്.
അള്ളാഹു ഇതൊക്കെ ഈ നാടിനും നമുക്കും ഉപകാരപ്പെടുന്ന ഖൈറായ നല്ലൊരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖായി അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നല്ല തൗഫീഖുകളുള്ള വഴികളിലേക്കുള്ള ഒരു പുരോഗമന മാർഗമായി ഇത്തരം നല്ല ചലനങ്ങളെയൊക്കെ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 ഗിഫ്റ്റ് നൽകാനുണ്ട്. അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ചു പിരിയാം.